ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൽ അനുമോൾ കാണിക്കുന്ന വൃത്തികേടാണോ, മസ്താനി കാണിക്കുന്ന വൃത്തികേടാണോ, അതോ ലക്ഷ്മി വിളിച്ചു പോകുന്ന വൃത്തികേടാണോ? ഇതിലേതാണ് ഏറ്റവും കൂടിയ വൃത്തികേട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ കൺഫ്യൂഷനായി ഇപ്പം. വൃത്തികേട് ഇസ് ഓൾവേസ് വൃത്തികേട്. ആൻഡ് ഇത് ഓരോ മേഖലയിലും ഇവർ ഓരോരുത്തരും ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ അതത് മേഖലയിലെ ഏറ്റവും സുപ്പീരിയർ വൃത്തികേടുകളാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ലക്ഷ്മിയും അക്ബറും തമ്മിലുള്ള ഒരു വഴക്കിനിടയിൽ ഒരു കാര്യവുമില്ലാതെ ഞാൻ ആ ഒരു വീഡിയോ ക്ലിപ്പ് കുറേ തവണ ആവർത്തിച്ച് കണ്ടു നോക്കി. പക്ഷേ ഒരു കാര്യവുമില്ലാതെ രണ്ട് മനുഷ്യർക്ക് നേരെ ഏറ്റവും അധികം വിഷം ചീറ്റുന്ന ഒരു കോൺവെർസേഷനാണ് ലക്ഷ്മിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. യാതൊരു തരത്തിലും നമുക്കൊരു പുരോഗമന സമൂഹത്തിൽ അംഗീകരിക്കാനാവാത്തൊരു കാര്യം ഒരു ഗെയിം സ്പിരിറ്റിൽ അന്നേരത്തൊരു ഹൈയിൽ ചിലപ്പോൾ പറഞ്ഞു പോയതാണ് എന്ന് വിചാരിക്കാൻ പോലും പറ്റാത്ത, ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് അനാവശ്യമായി വലിച്ചഴച്ചാണ് ലക്ഷ്മി ഈ ഒരു ടൈറ്റിലൂടെ സ്വന്തമാക്കുന്നത്. പൊതുവെ ബിഗ് ബോസിനെ കുറിച്ച് ബിഗ് ബോസ് തന്നെയും പിന്നെ ലാലേട്ടന് കാശ് കൊടുത്തും അതുപോലെ മറ്റ് ആളുകളെ കൊണ്ടും ഒക്കെ പറയിപ്പിക്കുന്ന ഒരു കാര്യമാണ് സമൂഹത്തിൻ്റെ പ്രതിഫലനമാണ് ബിഗ് ബോസ്, സമൂഹത്തിൻ്റെ പ്രതിഫലനമാണ് ബിഗ് ബോസ് എന്ന്. പക്ഷേ സമൂഹത്തിലെ എല്ലാ വൃത്തികേടുകളുടെയും ഒരു പ്രതിഫലന കേന്ദ്രമായി അല്ലെങ്കിൽ ഒരു കേന്ദ്ര പ്രതിഫലനമായിട്ടാണ് ഇപ്പോൾ ബിഗ് ബോസ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അനുമോളെ എടുത്ത് നോക്കുമ്പോൾ എല്ലാത്തരം സദാചാരവാദത്തിൻ്റെയും അല്ലെങ്കിൽ സദാചാര പോലീസിങ്ങിൻ്റെയൊക്കെ ഒരു മൂർത്തി രൂപമായിട്ട് അനുമോളുടെ പല ആക്ടിവിറ്റീസും നമുക്ക് ഫീൽ ചെയ്യും. ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇടിച്ചു കയറി അയാളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന രീതിയിൽ നമുക്ക് മസ്താനിയെ കാണാൻ പറ്റും. ലക്ഷ്മിയിലേക്ക് വരുമ്പോൾ ഒരു സമ്പൂർണ്ണ ക്യൂർ വിരുദ്ധത അവരുടെ സംസാരത്തിലുണ്ട്. ആ ലക്ഷ്മി ബിഗ് ബോസിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം ബിഗ് ബോസിലെ നിലവിലെ അവസ്ഥ ഒന്ന് നോക്കാം. ഇത്തവണത്തെ ഒരു സീസൺ എടുത്ത് നോക്കുമ്പോൾ ഇവിടെ പല തരത്തിലുള്ള ആളുകളുടെ റെപ്രസെൻറ്റേഷൻ അവർ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആദിലയും നൂറയും വരുന്നു. നെവിൻ അയാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റിയോ സെക്ഷുവാലിറ്റിയോ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും അയാൾ ഈ സ്ത്രൈണഭാവം ഒരു ആൺകുട്ടിക്കുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ ഒരുപാട് വേട്ടയാടപ്പെട്ടിട്ടുള്ള ആളാണെന്ന് അയാൾ തന്നെ പറയുന്നു. സമൂഹത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ഒരു റെപ്രസെൻറ്റേഷൻ അവിടെ വരുമ്പോൾ പോലും ഇതിൻ്റെ ഒന്നും പേരിൽ അവിടെ ആരെയും ഈ കഴിഞ്ഞ ദിവസങ്ങൾക്കിടയിൽ ഈ ഒരൊറ്റ സീസണിലെ കാര്യം പറയുന്നത്, ഈ കഴിഞ്ഞ ഇത്രയും ദിവസങ്ങൾക്കിടയിൽ ഒരാളെ പോലും ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് കാണുകയോ മാറ്റി നിർത്തുകയോ അതിൻ്റെ പേരിൽ പുച്ഛിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യുന്നത് നമുക്ക് കാണാനാവില്ല. അതിനൊരു വിരുദ്ധമായി ആദിലയും നൂറയും സംസാരിക്കുന്നത് കണ്ടത് അവരെ വേദനിപ്പിച്ചു എന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് ആസ് പ്രേക്ഷകർ നമുക്ക് ഫീൽ ചെയ്തൊരു കാര്യം അക്ബറിൻ്റെ ഉമ്മയുടെ ഒരു ഫോൺ കോൾ വന്ന സമയത്താണ്. അത് ലൈവ് കണ്ടിരുന്നു എന്ന് പറയുന്ന കുറേ ആളുകൾ നമ്മളോട് ഇപ്പോൾ കമൻറ്റ് ബോക്സിലൂടെയൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അക്ബറിൻ്റെ ഉമ്മ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, പക്ഷേ അത് അവർ റീഡ് ചെയ്തെടുത്തതാണ് എന്നുള്ളതാണ്. ഉമ്മ പറഞ്ഞത് സൗഹൃദങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കണം എന്നുള്ളതാണ്. അത് കേൾക്കുമ്പോൾ അവർക്കിങ്ങനെ വിഷമമാവണമെങ്കിൽ അക്ബറിനോട് നിൻ്റെ സൗഹൃദങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അവർക്കിങ്ങനെ വിഷമമാവണമെങ്കിൽ അതുപോലെ സമാനമായ അനുഭവങ്ങളിലൂടെ അവർ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അത് എന്നെ ഉദ്ദേശിച്ചാണ് പറയുന്നത് അല്ലെങ്കിൽ ഞങ്ങളെ ഉദ്ദേശിച്ചാണ് പറയുന്നത് എന്ന് പെട്ടെന്ന് ഫീൽ ചെയ്യാൻ അവർ വളരെ സെൻസിറ്റീവാണ് ഈ കാര്യങ്ങളിൽ. സൗഹൃദങ്ങളുടെ കാര്യത്തിൽ, ഫാമിലിയുടെ കാര്യത്തിലൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള രണ്ടാളുകളാണ്. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ അവരൊരു ഗെയിമിൽ ഒരു ടാസ്കിൽ അവർക്ക് എത്രയോ പോയിൻറ്റ്സ് നഷ്ടപ്പെടാൻ പോവുകയാണ്. പക്ഷേ ആ പോയിൻറ്റ്സ് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, അവിടെയുള്ള അപ്പാനിശരത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സ് വരിക എന്നുള്ളതാണ്. ആ സമയം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അപ്പാനിശരത്തിൻ്റെ ഫാമിലിയും അയാളും ഒരുപാട് ആക്രമിക്കപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. പോയിൻറ്റ്സ് പോയാലും കുഴപ്പമില്ല, അയാളുടെ ഫാമിലി വരുന്നതാണ് സന്തോഷം, നമ്മുടെ ഫാമിലിയെ പോലെയാണ് അത് എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ്. അവരുടെ ആ തീരുമാനം തെറ്റായിരുന്നു എന്നുള്ളത് പിന്നീട് കുറേ സമയത്തിന് ശേഷം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ അവർ ഇമോഷണലി ബ്രേക്ക് ആവുന്നുണ്ട്. അപ്പാനിശരത്ത് ഒരു വലിയ വഴക്ക് നടന്നിരിക്കുകയാണ്. അപ്പാനിശരത്തും ആദിലയും നൂറയൊക്കെ ആയിട്ട് ഒത്തിരി ബഹളം നടന്നിരിക്കുകയാണ്. ആ ബഹളമൊക്കെ കഴിഞ്ഞിട്ടും ഒരു പാത്രത്തിൽ കുറച്ച് ഭക്ഷണം എടുത്ത് അപ്പാനിശരത്ത് ആദിലയുടെ അടുത്ത് കഴിക്ക് എന്ന് പറഞ്ഞ് വായിൽ വെച്ച് കൊടുക്കുമ്പോൾ ആദിലത് കഴിക്കുന്നത്, നൂറയും കൂടി വന്നിരുന്ന് കഴിക്കുന്നത്, അവരങ്ങനെ ഒരു ജീവിതം, അങ്ങനെ ഒരു സൗഹൃദമോ അല്ലെങ്കിൽ ഒരു സാഹോദര്യമോ ഒക്കെ അതിഭീകരമായിട്ട് ആഗ്രഹിക്കുന്നതിൻ്റെയാണ്. ആ ഒരു വീഡിയോ ക്ലിപ്പിൽ അത് ശരത്ത് ഒരിക്കലും ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട്, സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്തതല്ല. അത് അയാളുടെ ഉള്ളിൽ നിന്ന് ചെയ്തതാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അയാൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ വീഡിയോ ക്ലിപ്പിൽ അയാളുടെ കഴിഞ്ഞു പോകുന്ന ഇത്രയും ദിവസത്തെ അനുഭവങ്ങളുടെ കൂട്ടത്തിൽ ആദിലേക്ക് ഭക്ഷണം വായി വെച്ച് കൊടുക്കുന്ന സീൻ കണ്ടപ്പോൾ അപ്പാനിശരത്ത് കരഞ്ഞത്. ഒരുപക്ഷെ ആ രംഗം കണ്ടാൽ ആദിലേക്കും നൂറയ്ക്കും സഹിക്കാൻ പറ്റുന്നതിലും കൂടുതൽ അത് ഫീൽ ചെയ്തേക്കാം. അയാൾ ഇറങ്ങിപ്പോകുമ്പോൾ അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയായിരുന്നു. ആൻഡ് ഇവരുടെ ഈ കഴിഞ്ഞ 2-3 ദിവസത്തെ കോൺവെർസേഷൻ, ആദിലയുടെയും നൂറയുടെയും തമ്മിലുള്ള കോൺവെർസേഷൻ നോക്കിയാൽ അവർക്ക് അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും വന്നിരുന്നെങ്കിൽ എന്നൊരാഗ്രഹമുണ്ട്. അതിനെ അവർ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ആരും വന്നില്ലെങ്കിലും അനിയത്തിക്കുട്ടികളെങ്കിലും വന്നിരുന്നെങ്കിൽ എന്ന് അത്രയധികം ആഗ്രഹിച്ച് അതിനു വേണ്ടിയുള്ള സംസാരങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഫാമിലി,
കുടുംബത്ത് കയറുക എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരൊക്കെ അംഗീകരിക്കുക എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന രണ്ട് വ്യക്തികളാണ് അവർ. മാത്രമല്ല ഇത്തവണത്തെ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടുള്ള പല കണ്ടസ്റ്റൻസിനും ഒരു ക്യൂർ ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ആളുകളെ, ക്യൂർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ആളുകളെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് പോലും അറിയില്ല, ഫേസ് ചെയ്തിട്ടില്ല. കലാഭവൻ സരിക നൂറയോടും ആദിലോടും പറയുന്നത്, ഇവിടെ വരുമ്പോൾ നിങ്ങളെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷേ എനിക്ക് ഇപ്പോൾ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ആളുകളിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകത്തക്ക രീതിയിൽ അവരോട് അത്രയും സ്നേഹത്തിൽ നിൽക്കുക. അവരുടെ കുടുംബത്ത് കയറ്റാൻ കൊള്ളില്ലാത്ത ആളുകളാണ് ഇവരെന്നൊക്കെ ഉണ്ടെങ്കിൽ കലാഭവൻ സരിക അങ്ങനെ പറയും. അപ്പം നാളെ പുറത്തിറങ്ങിക്കഴിഞ്ഞാലും നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുക, നമുക്ക് ഒരുമിച്ചൊരു സൗഹൃദം ഉണ്ടാവുക എന്ന് പറയുന്ന രീതിയിലേക്ക് അവരെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും കലാഭവൻ സരിക എത്തുന്ന രീതിയിലുള്ള ഒരു ചേഞ്ച് പതിയാണെങ്കിലും ആദിലയുടെയും നൂറയുടെയും ആ ഗെയിമിലെ എക്സിസ്റ്റൻസ് കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇനി ആദിലയുടെയും നൂറയുടെയും ഒരു ലൈഫ് സ്റ്റോറി തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവരേറ്റിട്ടുള്ള അറ്റാക്കിന് കയ്യും കണക്കുമില്ല. സൈബർ ബുള്ളിങ് ആണെങ്കിലും നേരിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും അവർ ഏറ്റുവാങ്ങിയിട്ടുള്ള ഭീഷണികളുണ്ട്, പുച്ഛിക്കലുകളുണ്ട്, അവഹേളനങ്ങളുണ്ട്. പക്ഷെ അവരപ്പോഴും നിന്നത് അവർക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. രണ്ടുപേര് തമ്മിൽ പരസ്പരം സ്നേഹിക്കുകയും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലാത്തൊരു ക്വാളിറ്റി ആയിട്ട് മാറുന്നത്? ഇവർ രണ്ടുപേരും അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു അവർക്കൊരു വളരെ ക്ലോസ് ഫ്രണ്ട് സർക്കിൾ എന്ന് പറയാൻ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. എന്നാൽ അതേസമയം അവർ ഈ ഹ്യൂമൻ കണക്ഷൻസിന് അത്രയും വാല്യൂ ചെയ്യുന്നുണ്ട്. നമ്മളീ പറയുന്ന അപ്പാനി ശരത്തായിട്ടാണെങ്കിലും ഷാനവാസ് ആയിട്ടാണെങ്കിലും ഒക്കെ അവർ സംസാരിക്കുമ്പോൾ അവർ ആ ഇടപെടുന്ന സമയം വളരെ ആത്മാർത്ഥമായിട്ടാണ്. അങ്ങനെ ഒരു സൗഹൃദം, അല്ലെങ്കിൽ ഇവിടെയുള്ളവരുടെ കുടുംബങ്ങളൊക്കെ നമ്മുടെയും കുടുംബങ്ങളാണ് എന്നൊക്കെയുള്ള വാക്കുകൾ അവർ പറയുന്നത് അവർക്ക് ആ ഒരു ഹ്യൂമൻ കണക്ഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. നല്ല സൗഹൃദങ്ങൾ, നല്ല ബന്ധങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ആഗ്രഹിക്കുന്നവരാണ്. എന്നിട്ടും അവർക്കത് പുറത്തുണ്ടാക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവരെത്രമാത്രം ജഡ്ജ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഏറ്റവും അടുത്ത സ്വന്തം കുടുംബാംഗങ്ങളിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, തൊട്ടടുത്തുള്ള വീടുകളിൽ നിന്ന്, പഠിച്ചിരുന്ന സ്കൂളിലെയും കോളേജിലെയും കൂടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളുടെയൊക്കെ വീട്ടുകാരിൽ നിന്നൊക്കെ ഇങ്ങനൊരു റിജക്ഷൻ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു വലിയ തെറ്റ് ചെയ്തവരെ പോലെ അവരെ നോക്കി കാണുമ്പോൾ അവരും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ പേടിക്കുന്ന ഒരു സിറ്റുവേഷനുണ്ട്. അവിടെ നിന്ന് അവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തല്ലിക്കെടുത്താൻ നോക്കുന്നത് അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് ആവശ്യത്തിനാണ്, എന്ത് പ്രൂവ് ചെയ്യാനാണ്? ഒന്ന് പറഞ്ഞ് രണ്ടിനെ മറ്റുള്ളവരുടെ തന്തയ്ക്ക് വിളിക്കുന്നു എന്ന് നമ്മൾ പറയുന്ന ഷാനവാസും, വളരെ അഗ്രസീവായ ആളുകളോട് ബിഹേവ് ചെയ്തതിൻ്റെ പേരിൽ നമ്മൾ വിമർശിച്ചിട്ടുള്ള അപ്പാനി ശരത്തും, ആളുകളോട് സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള അക്ബറും ഒക്കെയും, ഇത്രയും നമ്മൾ കുറ്റം പറഞ്ഞിട്ടുള്ള ആളുകൾ പോലും ആദിലയും നൂറയും ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്നത് കാണുന്നത് ഒരു സന്തോഷമാണ്. അവരതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ ഈ കഴിഞ്ഞു പോകുന്ന ഇത്രയും ദിവസങ്ങളിലും 36 ദിവസത്തോളം അവരൊരു പ്രാവശ്യം പോലും കേട്ടിട്ടില്ലാത്ത അവഹേളനത്തിൻ്റെ സ്വരം, അവരുടെ ജീവിതം അവർ എക്സിസ്റ്റ് ചെയ്യുന്നത് പോലും തെറ്റാണ്, അവരെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയരാക്കണം എന്ന് പോലും ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരം അത് ലക്ഷ്മിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ എന്നെ സംബന്ധിച്ച് അത് വിഷം തുപ്പുന്ന പരിപാടി എന്നുള്ളതിനപ്പുറത്തേക്ക് അതിൽ കുറഞ്ഞ ഒന്നും പറയാനില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഫൈറ്റ് അക്ബറും ലക്ഷ്മിയും തമ്മിലാണ്. അവിടെ ആദിലയ്ക്കും നൂറയ്ക്കും ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. അവരൊരു ടാസ്കിൻ്റെ ഭാഗമായിരുന്നു. ആ ടാസ്കിനിടയിൽ ഉണ്ടായ ഒരു കാര്യത്തെക്കുറിച്ചുള്ള തർക്കമാണ് അക്ബറിനും ലക്ഷ്മിക്കും ഇടയിലുണ്ടാകുന്നത്. ആ തർക്കത്തിൽ ആ സമയത്തൊന്നും കക്ഷി ചേർന്നിട്ടില്ലാതിരുന്ന, മറ്റൊരു തർക്കത്തിൽ ഏർപ്പെട്ടിരുന്ന ആദിലയും നൂറയുമാണ് കൈ ചൂണ്ടി പറഞ്ഞ് ലക്ഷ്മി ഈ കോൺവെർസേഷനിലേക്ക് വലിച്ചിടുന്നത്. പക്ഷേ അവരിരുവരും അത് കേട്ടില്ല എന്നാണ് അവരുടെ എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലാവുന്നത്. ആ ബിഗ് ബോസ് ഹൗസിലുള്ള പല ആളുകളും അത് ശ്രദ്ധിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് കണ്ടവരുണ്ട്, കേട്ടവരുണ്ട്, എന്നിട്ട് മിണ്ടാതിരുന്നവരുണ്ട്. നമുക്ക് ആ സീൻ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആദിലയും നൂറയും സംസാരിക്കുന്നത് ഒനീലിനോടാണ്. ആദിലയുടെ തൊട്ടടുത്ത് നെവിൻ കിടപ്പുണ്ട്, കുറച്ചപ്പുറം മാറി ബിന്നി ഇരിപ്പുണ്ട്, ആ ടോയ്ലറ്റിൻ്റെ വാതിലിനടുത്ത് അനുമോൾ നിൽപ്പുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അക്ബറും ലക്ഷ്മിയും തമ്മിൽ ഒരു വഴക്കുണ്ടാവുന്നത്. ഫസ്റ്റ് ലക്ഷ്മി പറയുന്ന സെൻറ്റൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മര്യാദയ്ക്ക് സംസാരിക്കണം, വായിന്ന് വരുന്ന ഓരോ വാക്കും സൂക്ഷിക്കണം എന്നാണ് അക്ബറിനോട് പറയുന്നത്. അക്ബർ കാരണം ലക്ഷ്മിയുടെ സമയം നഷ്ടപ്പെട്ടു എന്ന് ലക്ഷ്മി പറഞ്ഞപ്പോൾ അക്ബർ ചോദിക്കുന്നത്, ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്തോ, ഞാൻ നിൻ്റെ മടി കയറി ഇരുന്നോ എന്നുള്ള ചോദ്യത്തിനാണ് ദേഹത്ത് തൊട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം പറഞ്ഞു എന്ന് പറഞ്ഞ് ലക്ഷ്മി അക്ബറിനോട് വഴക്കുണ്ടാക്കുന്നത്. അതിൻ്റെ ഒപ്പം ഞാൻ മൂഡ് താങ്ങി നടക്കുകയല്ല എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ കോൺവെർസേഷൻ ഏതാണ്ട് ആ ഹാളിൻ്റെ സെൻട്രൽ പൊസിഷനിൽ വെച്ചിട്ടാണ്. അവിടുന്ന് വഴക്കുണ്ടാക്കിയതിന് ശേഷം അക്ബർ വന്ന് ആ സോഫയിൽ ഇരിക്കുന്നുണ്ട്. സോഫയിൽ കുറച്ച് ഇപ്പുറത്തായിട്ട് ആദിലയും നൂറയും ഉണ്ട്. അവർ രണ്ടുപേരും ഒനീലുമായിട്ട് സംസാരിക്കുകയാണ്. ലക്ഷ്മി ആദ്യം പറയുന്ന ഡയലോഗ് അവിടുന്ന് അങ്ങനെ നടന്നു വന്ന് ആദിലയും നൂറയും ചൂണ്ടിക്കാണിച്ചിട്ട് ഇവിടെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവളുമാർക്കൊന്നും പറ്റില്ല എന്നാണ് പറയുന്നത്. സത്യം പറയട്ടെ, നമ്മൾ പൊതുവെ വളരെ മോശമായിട്ട് സംസാരിക്കുന്ന, കാര്യങ്ങളെ മനസ്സിലാക്കാത്ത, ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആളുകളെക്കുറിച്ചൊക്കെ പറയാറുള്ളത് അവർക്ക് ലോകപരിചയമില്ല, വിദ്യാഭ്യാസമില്ല, അതിൻ്റെയൊക്കെ ഒരു കുഴപ്പമാണെന്ന്. പക്ഷേ ലക്ഷ്മി ചെന്നൈയിൽ താമസിച്ചിട്ടുള്ള ആളാണ്, കർണാടകയിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്,
UK എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ LGBTQ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകൾക്ക് നിയമപരമായ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തിയിട്ടുള്ള ഒരു രാജ്യമാണ്. അത്രയും റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് വരെ പഠിച്ച ലോകം കണ്ടിട്ടുള്ള ഒരാളാണ് ലക്ഷ്മി. വിദ്യാഭ്യാസത്തിന് വലിയ കുറവൊന്നും ഇല്ലാത്ത ആളാണ്. ജീവിതാനുഭവങ്ങൾ എടുത്തു നോക്കുമ്പോൾ അവരുടെ വളരെ യങ് ആയിട്ടുള്ളൊരു ഏജിൽ അവർക്ക് അച്ഛൻ്റെയൊക്കെ സപ്പോർട്ട് ഏറ്റവും അധികം കിട്ടേണ്ട ഒരു പ്രായത്തിൽ അദ്ദേഹത്തിന് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും പാരനോയിഡ് സ്കീസോഫ്രീനിയ എന്നാണ് പറഞ്ഞത്. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുകയും അച്ഛനും അമ്മയും രണ്ട് വഴിക്കാവുകയും പെൺമക്കൾ എന്ന നിലയ്ക്ക് അമ്മയ്ക്കൊപ്പം താമസിച്ചു എന്നുള്ള പേരിലുള്ള ദേഷ്യം അടക്കം മക്കളെ ഡിസോൺ ചെയ്തിട്ടുള്ള ഒരാളുടെ മകളായിട്ട് ഒരു ട്രെയിൻ യാത്രയിലൊക്കെ അവർ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അപ്പോൾ അത്രയും ജീവിതാനുഭവങ്ങളുള്ള, ലോകം കണ്ടിട്ടുള്ള, വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള ആളായിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും ഒരാൾ സാമൂഹ്യദ്രോഹിയായി മാറാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അയാളുടെ ചിന്താഗതി മാത്രമേ അവിടെ വിഷയമുള്ളൂ. നെവിൻ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരാളുടെ ശരീരഭാഷയോ അയാളുടെ സെക്ഷുവാലിറ്റിയോ ജെൻഡറോ ഒന്നും വെച്ചിട്ടാവരുത് നിങ്ങളൊരാളെ വിലയിരുത്തുന്നത്. അയാൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ, ജോലി ചെയ്ത് ജീവിക്കാൻ ഇവളുമാർക്കൊന്നും പറ്റത്തില്ല എന്ന് പറയുന്ന ആ സെൻറ്റൻസിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ലക്ഷ്മി നേരെ പിടിച്ചുകൊണ്ട് വന്നിട്ടത് സമൂഹത്തിനെയാണ്. ഇവളുമാർക്കൊക്കെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമല്ല ചോദിക്കുന്നത്. പറ്റത്തില്ല. ഏത് സമൂഹത്തിലാണ്? ലക്ഷ്മിയുടെ സമൂഹത്തിൽ. ഇപ്പം ആ സമൂഹത്തിൽ നമ്മളില്ല എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ലക്ഷ്മി ഉൾപ്പെടുന്നൊരു സമൂഹമുണ്ട്. ലക്ഷ്മി പറയുന്നത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ലക്ഷ്മിയുടെ വിശ്വാസങ്ങളോട് ചേർത്ത് നിൽക്കുന്ന ആളുകളെ മാത്രം അംഗീകരിക്കുന്ന ഒരു സമൂഹമുണ്ട്. അതാണ് ലക്ഷ്മിയുടെ സമൂഹം. ആ സമൂഹം ഇവരെ അംഗീകരിക്കില്ല എന്നാണ് ലക്ഷ്മി പറയുന്നത്. അല്ലെങ്കിൽ അവിടെ ഇവർക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് പറ്റാണ്ടാവുക? അനുവദിക്കില്ലാത്തതുകൊണ്ടാണ്. ആദിലയും നൂറയും അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതിന് ശേഷം അവർ അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരു വലിയ ഫൈറ്റും ഉണ്ട്. അതിൽ പല ഘട്ടങ്ങളിലും അവർ പേടിച്ചിരുന്നു. ഈ സമൂഹം നമ്മളെ അക്സെപ്റ്റ് ചെയ്യുമോ, നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ പേടിച്ചിരുന്നു. പാലാരിവട്ടം പാലത്തിനടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അടുക്കളപ്പുറത്തോ ഒക്കെ ഒതുങ്ങിപ്പോകുമായിരുന്നോ എന്ന് പേടിച്ചിരുന്നൊരു കാലത്തെക്കുറിച്ച് ആദില പറയുമ്പോൾ അത് അവരുടെ റിയാലിറ്റി ആയിരുന്നു. അവരെ അംഗീകരിക്കുമോ സമൂഹം എന്ന് പറയുന്ന പേടി അത് ഇന്നും അവരുടെ ഉള്ളിലുണ്ടെന്നുള്ളത് അവരുടെ പല സംസാരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്വന്തം കുടുംബാംഗങ്ങൾ പോലും ഇന്ന് വരെ അംഗീകരിച്ചിട്ടില്ലാത്ത രണ്ട് ആളുകളാണ്. അവരെ ചൂണ്ടിയാണ് പറയുന്നത് സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവളുമാർക്കൊന്നും പറ്റത്തില്ലെന്ന്. കാരണം അവരെ അനുവദിക്കില്ലെന്ന്. ആദിലയുടെയും നൂറയുടെയും സമൂഹത്തെ പറ്റിയുള്ള പേടി മനസ്സിലാവണമെങ്കിൽ അക്ബറിൻ്റെ ഉമ്മയുടെ ഫോൺ കോൾ, ആ ഫോൺ കോളിന് ശേഷം അവരിരുവരും നമ്മളെ ഇങ്ങനെ അംഗീകരിക്കില്ല, അല്ലെങ്കിൽ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ സങ്കടകരമായ സംസാരം ഉണ്ടായിരുന്നു. ആ സംസാരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ കുറേ ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അക്ബറിൻ്റെ ഉമ്മ അങ്ങനെ ഡയറക്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, സൗഹൃദങ്ങൾ സൂക്ഷിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അപ്പോൾ പോലും പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആദിലയ്ക്കും നൂറയ്ക്കും അത് ഹിറ്റ് ചെയ്യണമെങ്കിൽ അവർ ആ കാര്യം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന, അതിൻ്റെ പേരിൽ ഒരുപാട് മാറ്റി നിർത്തലുകൾ അനുഭവിച്ചിട്ടുള്ള, ഒത്തിരി പെയിൻ ഉള്ളിലുള്ള, ഒരുപാട് പേടി ഉള്ളിലുള്ള രണ്ട് ആളുകളാണ്. അവരെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് ഒരു മനുഷ്യപ്പറ്റുള്ള ആൾ എന്നുള്ള നിലയ്ക്ക് ഏതൊരാളും ചെയ്യേണ്ടത്. ആ പേടിയെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട്, ആ പേടിയെ ആംപ്ലിഫൈ ചെയ്ത് കാണിച്ച് അതിലേക്ക് കൂടുതൽ തീയിട്ട് കൊടുക്കുകയാണ് ലക്ഷ്മി അവിടെ ചെയ്യുന്നത്. ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും ഉണ്ടായിരിക്കേണ്ട ബേസിക് കണക്ഷൻസിന് വരെ പ്രിവിലേജ് എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവരെ കൂടെ നിർത്തേണ്ട, സംരക്ഷിക്കേണ്ട സമൂഹം എന്ന് പറയുന്നത് അവരുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും അവരെ പരിചയമുള്ള ആളുകളൊക്കെ അല്ലേ. ലക്ഷ്മി പറയുന്നുണ്ട്, എനിക്ക് ഏത് സാഹചര്യത്തിലും എന്നെ കൈവിട്ട് കളയാത്ത അത്രയും കൂട്ടുകാർ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത്. അതൊരു പ്രിവിലേജാണ് ലക്ഷ്മി. അങ്ങനെ ഏത് സാഹചര്യത്തിലും നമ്മളെ വിട്ടുകളയില്ല എന്നുറപ്പുള്ള, എപ്പോഴും കൂടെ നിന്നിട്ടുള്ള കൂട്ടുകാരുണ്ടാവുക എന്ന് പറയുന്നത് ഒരു പ്രിവിലേജാണ്. അതിലെ നൂറെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ സൗഹൃദങ്ങൾ എത്രത്തോളം കുറവാണ് എന്നുള്ളത്, അതിനുവേണ്ടി അവർ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടാണ് ലക്ഷ്മി പറയുന്നത് അവർക്ക് ഈ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ പറ്റില്ല എന്ന്. ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷമുള്ള അവരുടെ പെരുമാറ്റങ്ങൾ നോക്കൂ. അവർ ഞങ്ങൾ കമ്പനി ആവാം എന്ന് പറയുമ്പോൾ അനീഷ് അടക്കം അതിനോട് വലിയ താല്പര്യമില്ലാത്തതുപോലെ നിൽക്കുന്നുണ്ട്. എന്നാൽ അതേസമയം അവരോട് ഒരു കണക്ഷൻ കാണിച്ചിട്ടുള്ള എല്ലാവരോടും അവർ അത്രയും ലോയലായിട്ട്, അത്രയും സ്നേഹത്തിലാണ് നിൽക്കുന്നത്. അവർക്കതൊക്കെ ആഗ്രഹമുണ്ടെന്നേ. പക്ഷേ ആ ഒരു പേടി അതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ഇനി ലക്ഷ്മി എന്തുകൊണ്ടാണ് ഇവരൊന്നും സമൂഹത്തിൽ ഇറങ്ങി ജോലി ചെയ്യാൻ പറ്റാത്തവരാണ്, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവളുമാർക്കൊന്നും പറ്റത്തില്ലെന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരൊറ്റ കാര്യമുള്ളൂ, അവരുടെ സെക്ഷുവാലിറ്റിയെ മുൻനിർത്തിക്കൊണ്ടാണ് ലക്ഷ്മി ആ ജഡ്ജ്മെൻറ്റ് നടത്തുന്നത്. ആദിലയ്ക്കും നൂറയ്ക്കും ഇറങ്ങി ജീവിക്കാൻ പറ്റാത്ത ഒരു സമൂഹം ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സമൂഹത്തിൽ പറ്റത്തില്ല എന്ന് ലക്ഷ്മി പറയുകയാണെങ്കിൽ, ലക്ഷ്മി ഇവിടുത്തെ നിയമ സംവിധാനത്തിനാണ് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആർട്ടിക്കിൾ 21 ഏതൊരു ഇന്ത്യൻ പൗരനും ജീവിക്കാനുള്ള അവകാശം ഉറപ്പ് വരുന്നുണ്ട്. സുപ്രീം കോടതി അഫേം ചെയ്യുന്നത് ഒരാൾക്ക് അയാൾക്ക് ഇഷ്ടമുള്ള ഒരു പാർട്ട്ണറെ സെലക്ട് ചെയ്യാനും ഒരുമിച്ച് താമസിക്കാനും അവരുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ ഒരു തടസ്സമല്ല എന്നാണ് പറയുന്നത്.
അങ്ങനെ ഇരിക്കുമ്പോൾ ആദിലയ്ക്കും നൂറയ്ക്കും ജീവിക്കാൻ പറ്റാത്ത ആ സമൂഹം അതേതാണ്? നിയമാനുസൃതമായി ജീവിക്കാൻ വേണ്ടി നിയമ പോരാട്ടം നടത്തി ഒരുമിച്ച് ജീവിക്കുന്ന അവർക്ക് ഇറങ്ങി ജീവിക്കാൻ പറ്റാത്ത ഒരു സമൂഹം ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമൂഹം നിയമത്തിന് മുകളിലാണോ? അവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള അവകാശം ഇവിടെ നിയമം മൂലം പരിരക്ഷിക്കപ്പെടുമ്പോൾ അത് സമ്മതിക്കില്ല എന്ന് പറയുന്ന ഒരു സമൂഹം ഉണ്ടെന്ന് ലക്ഷ്മി പറയാണ്. അപ്പോൾ നമ്മൾ നിയമത്തിനാണോ അതോ സമൂഹത്തിനാണോ പേടിക്കേണ്ടത്? ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇട്ടുകൊടുക്കുകയല്ലേ അവരുടെ ബന്ധത്തിന്? അവരിത്രയും പോരാട്ടം നടത്തി ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിച്ച് അവരുടെ സ്നേഹത്തിന് ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇട്ടുകൊടുക്കുകയല്ലേ ലക്ഷ്മി? ഈ ഒരു പ്രസ്താവനയിലൂടെ ലക്ഷ്മി നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീടുള്ള ക്യാമറ ആംഗിളിൽ നമുക്ക് ആര്യനും ബിന്നിയും അനുമോളും ഒക്കെ ലക്ഷ്മി പറയുന്നത് കേൾക്കുന്നതായിട്ട് ശ്രദ്ധിക്കുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ എന്തുകൊണ്ടാണ് അവർ പ്രതികരിക്കാത്തതെന്ന് അറിയില്ല. അവരെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് എന്ന് പറഞ്ഞ് ലക്ഷ്മി കൈകൊണ്ടൊരു ആക്ഷൻ കാണിക്കുന്നുണ്ട്. അതിന് കുറച്ച് മുമ്പ് ഈ കോൺവെർസേഷൻ, ഈ വഴക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മൂഡ് താങ്ങുക എന്ന് പറയുന്ന ഒരു പ്രയോഗം ലക്ഷ്മി അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കൈകൊണ്ടുള്ള ആക്ഷനൊക്കെ കാണിച്ച് ലക്ഷ്മി സൈലൻ്റ് ആവുന്നുണ്ട്. അതിനുശേഷം ആദില ലക്ഷ്മിയെ ശ്രദ്ധിക്കുന്നുണ്ട്. ലക്ഷ്മി പറയുന്നത് ഇങ്ങനെയാണ്: ജോലി ചെയ്ത് തന്നെത്താനെ നിൽക്കുന്ന രണ്ടുപേരാണെങ്കിൽ റെസ്പെക്റ്റ് ചെയ്തേനെ, പക്ഷേ ഇതങ്ങനെ ഒന്നും നിൽക്കുന്നവരല്ല. ആരെക്കുറിച്ചാണ് പറയുന്നത്? ആദിലയും നൂറയും കുറിച്ചാണ്. രണ്ടുപേരും പഠിച്ച് IT സെക്ടറിൽ ജോലി നേടി സ്വന്തമായി പണിയെടുത്ത് പൈസ ഉണ്ടാക്കി ജീവിക്കുന്ന ആളുകളാണ്. അങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്ന ഈ സമൂഹത്തിന് ഒരു ബുദ്ധിമുട്ടും ദ്രോഹവും ചെയ്യാത്ത രണ്ടുപേരാണ്. അവരെക്കുറിച്ചാണ് പറയുന്നത്. ജോലി ചെയ്ത് തന്നെത്താനെ നിൽക്കുന്ന രണ്ടുപേരാണെങ്കിൽ റെസ്പെക്റ്റ് ചെയ്തേനെ, ഇതങ്ങനെ ഒന്നും നിൽക്കുന്നവരല്ല. പിന്നെ എങ്ങനെ നിൽക്കുന്നവരാണ്? നിൻ്റെയൊക്കെ വീട്ടിലേക്ക് പോലും കയറ്റാത്തവളുമാരാണ് എന്നാണ് ലക്ഷ്മി അവിടെ പറയുന്നത്. ആ കാര്യത്തിൽ ലക്ഷ്മിയോട് ചോദിക്കാൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് നിൽപ്പുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ലക്ഷ്മി അവരുടെ പേഴ്സണൽ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് സംസാരിച്ചതും കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്കും ഹൃദയത്തിൽ തട്ടുന്നതുമായിട്ടുള്ള കാര്യം ലക്ഷ്മിയുടെ അച്ഛൻ്റെ മാനസികാവസ്ഥയാണ്. അദ്ദേഹത്തിന് പാരനോയിഡ് സ്കീസോഫ്രീനിയ ആയിരുന്നു എന്നുള്ളത് ലക്ഷ്മി പറയുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒത്തിരി ഒന്നും പുറകോട്ട് പോകണ്ട, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾക്കൊരു മാനസിക രോഗമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മാനസിക അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് അയാളെ ഭ്രാന്തൻ, വട്ടൻ എന്നൊക്കെ വിളിച്ചുകൊണ്ട് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന, ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്ത അങ്ങനെ ഒരു പ്രയോഗം ലക്ഷ്മിയോട് പറയുന്നുണ്ട്. ദൗർഭാഗ്യവശാൽ അങ്ങനെയൊന്നും പറയല്ലേ ലക്ഷ്മി എന്ന് പറയണമെന്നുണ്ട്. പക്ഷേ ലക്ഷ്മിയെക്കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ, ഇതിനു മുമ്പ് അവർ ബിഗ് ബോസ് ഹൗസിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ലക്ഷ്മി അതൊക്കെ പറയും. അങ്ങനെ പലതരം മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളെ ഏറ്റവും മോശമായി ചിത്രീകരിക്കുകയും സമൂഹത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നിടത്തുനിന്ന് ഒരുപാട് പേരുടെ പോരാട്ടത്തിൻ്റെ, ഒരുപാട് ബോധവൽക്കരണത്തിൻ്റെ ഒക്കെ ഫലമായിട്ട് നമ്മൾ ഇന്ന് പലതരം മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് അവർക്ക് ട്രീറ്റ്മെൻ്റ് ആണ് വേണ്ടത് എന്നൊരു തിരിച്ചറിവിലേക്ക് എത്തിയിട്ടുണ്ട്. സൈക്കോളജിസ്റ്റിനെയും സൈക്യാട്രിസ്റ്റിനെയും വിസിറ്റ് ചെയ്യാൻ പോകുക എന്ന് പറയുന്നത് ഇന്നൊരു അപമാനകരമായ കാര്യമല്ല. അല്ലെങ്കിൽ അത്തരം മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളെ വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്താൻ പാടില്ല എന്ന് പറയുന്ന ഒരു തിരിച്ചറിവിലേക്ക് നമ്മളെത്തി. എങ്ങനെ എത്തി? ബോധവൽക്കരണങ്ങളിലൂടെ. അതുകൊണ്ടാണ് ബിഗ് ബോസ് പോലൊരു റിയാലിറ്റി ഗെയിം ഷോ വരുന്ന സമയത്ത് അവിടെ സൈക്യാട്രിസ്റ്റുകളെ അവർ ജോലിക്ക് വെക്കുന്നത്. കാരണം വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമ്പോൾ പല ആളുകളും മാനസികമായി ബുദ്ധിമുട്ടും. മാനസിക ബുദ്ധിമുട്ടുകൾ നമ്മൾ ട്രീറ്റ് ചെയ്യാണ് വേണ്ടത് എന്ന് പറയുന്നൊരു ബോധ്യത്തിലേക്ക് നമ്മൾ വരുന്നത് ഇപ്പോഴാണ്. ഒരു പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് മുമ്പുള്ള ആ സാഹചര്യത്തിലായിരുന്നെങ്കിൽ ലക്ഷ്മിയുടെ അച്ഛന് മാനസിക രോഗം വരുമ്പോൾ അയാളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് പോലെ തന്നെ ലക്ഷ്മിയെയും മാറ്റി നിർത്തുമായിരുന്നു. കാരണം അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ ഭ്രാന്തുണ്ടെങ്കിൽ മക്കൾക്കും വരും എന്ന് പറയുന്ന ഒരു വിശ്വാസം, ഒരു അന്ധവിശ്വാസം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. കുറച്ചു കാലം ഇപ്പുറത്തെത്തി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ലക്ഷ്മി ആദിലയും നൂറയും കുറിച്ച് പറഞ്ഞതുപോലെ ഒരു കാര്യം ലക്ഷ്മിയെക്കുറിച്ച് ആരും പറയാത്തത്. അതുപോലെ തന്നെ ലക്ഷ്മിയുടെ വിവാഹ സമയത്ത് പോലും അച്ഛൻ എത്തിയില്ല എന്നുള്ളത് ലക്ഷ്മി ഒരു സങ്കടമായിട്ട് പറയുന്നുണ്ട്. ആ കാര്യം കൊണ്ട് ലക്ഷ്മി വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലാത്ത ഒരാളാവോ? കാരണം ആദിലയും നൂറയും ഒന്നും വീട്ടുകാരെ അടുപ്പിക്കുന്നില്ല എന്നുള്ളൊരു ധ്വനിയാണ് ലക്ഷ്മിയുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ വീട്ടുകാരടുപ്പിക്കാത്ത ആളുകളെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരായിട്ട് പ്രഖ്യാപിക്കുകയാണ് എന്ന് പറയുമ്പോൾ ലക്ഷ്മിയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? അവരുടെ വിവാഹത്തിന് അവരുടെ അച്ഛൻ എത്തിയിട്ടില്ല, അച്ഛനത് അംഗീകരിക്കുന്നില്ല. അപ്പോൾ ലക്ഷ്മിയുടെ അച്ഛനോ ലക്ഷ്മിയോ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാവോ? ഒരിക്കലുമില്ല. ഇനി ആദിലയും നൂറയും അവർ കടന്നു വന്നിട്ടുള്ള വഴികളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആദില ഒരു ലെസ്ബിയൻ ആണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം, അവർക്ക് നൂറയാണ് ഇഷ്ടം എന്ന് പറഞ്ഞതിന് ശേഷം, ആ ഇഷ്ടത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് അറിയിച്ചതിന് ശേഷം അവരുടെ വീട്ടുകാർ വിലയിരുത്തുന്നത് ഇതൊരു രോഗാവസ്ഥയായിട്ടാണ്. ആ രോഗം മാറാൻ വേണ്ടി അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അതിൽ ഏറ്റവും മോശമായി തോന്നിയ ഒരു കാര്യം, ഒരാണിൻ്റെ സുഖം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ രോഗം മാറും എന്നുള്ളതുകൊണ്ട് ഞാനതിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദിലയുടെ ഇളയപ്പയാണ് മുന്നോട്ട് വരുന്നത്. നമുക്കൊരു ഹോട്ടലിൽ മുറിയെടുക്കാം എന്നും അയാൾ പറയുന്നു. നൂറയുടെയും ആദിലയുടെയും ഒക്കെ സംസാരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം മക്കളെ വലുതാക്കിയ, അവർക്ക് ഓർത്തെടുക്കാൻ സുഖകരമായ നല്ലൊരു ചൈൽഡ്ഹുഡ് കൊടുക്കാതിരുന്ന ആ ഫാമിലിയുടെ അക്സെപ്റ്റൻസ് ആണോ ലക്ഷ്മിയോട് ചോദിക്കുന്നത്? എനിക്ക് ആണുങ്ങളോട് അട്രാക്ഷൻ തോന്നുന്നില്ല എന്ന് പറയുന്ന ആദിലയുടെ വീട്ടുകാർ ചോദിക്കുന്നത് നിനക്ക് എന്തിനാണ് അട്രാക്ഷൻ തോന്നുന്നത്? നീ കല്യാണം കഴിച്ചാൽ മതി എന്നുള്ളതാണ്. അതൊരു മനുഷ്യൻ്റെ ചോയ്സിന്
ഒരു വിലയും കൊടുക്കാതെ അപ്പുറത്തെ സൈഡിൽ മറ്റൊരു ആൺകുട്ടിയുടെ കൂടി ജീവിതം താറുമാറാക്കുന്നത് പോലൊരു തീരുമാനമാണ്. അതിന് നിർബന്ധിച്ച ഫാമിലിയെക്കുറിച്ചാണോ നമ്മളിവിടെ സംസാരിക്കേണ്ടത്? കഴിഞ്ഞ ദിവസം ഒരു സംസാരത്തിനിടയിൽ അവർ തന്നെ പറയുന്നത് വെച്ച് വീട്ടിലേക്ക് ചെന്ന് കയറാൻ പേടിയാണ്. കാരണം വല്ല വിഷവും തന്ന് കൊന്നു കളഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. അത്രത്തോളം ഇൻസെക്യൂരിറ്റിയാണ് കുടുംബം എന്ന് പറയുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ ആദിലയും നൂറയും ഒക്കെ അനുഭവിക്കുന്നത്. അവിടെ അവർക്ക് ആശ്വാസമാവുന്ന സൗഹൃദങ്ങളുടെ മുകളിൽ കൂടി മണ്ണ് വാരി ഇടുക എന്നുള്ളതാണ് ലക്ഷ്മി ഈ ഒരു സെൻറ്റൻസിലൂടെ പറയുന്നത്. നിൻ്റെയൊക്കെ വീട്ടിൽ പോലും കയറ്റാത്തവളുമാരാണെന്ന്. ഇവിടെയുള്ളവരുടെയൊക്കെ ഫാമിലി നമ്മുടെയും കൂടി ഫാമിലിയാണ് എന്ന് ആദിലയും നൂറയും ഒരു ടാസ്കിനിടയിൽ പറയുന്നത് ആ ടാസ്ക് ജയിക്കാൻ വേണ്ടിയിട്ടോ ആ ഡയലോഗ് പറഞ്ഞാൽ കിട്ടുന്ന കുറച്ച് വോട്ടുകൾക്കോ വേണ്ടിയല്ല, അതവരുടെ ഉള്ളിൽ നിന്ന് പറയുന്നതാണ്. നിങ്ങൾ നാദിറ മെഹറിനെ ഓർക്കുന്നുണ്ടോ? ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അവരുടെ വീട്ടുകാർ മുഴുവൻ അവരെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് വന്നത് ബിഗ് ബോസിൽ അവരുടെ കുറേ ദിവസത്തെ സ്ട്രഗിളുകൾക്ക് ശേഷമാണ്. ആ സമയത്ത് അവർക്കൊപ്പം ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് എല്ലാം അവർ വരട്ടെ, നാദിറയുടെ കുടുംബാംഗങ്ങൾ വരട്ടെ, അവർ ഒരുമിച്ച് ചേരട്ടെ എന്നുള്ള ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുക വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ഹോസ്റ്റ് വരുമ്പോഴുള്ള അയാൾ മലയാളിയുടെ എന്തൊക്കെയോ ആണ്, ആരൊക്കെയാണ്. അങ്ങനെ ഒരാൾ കൂടി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഇവർ വരികയും ഇവർ അംഗീകരിക്കപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്നത് കുടുംബാംഗങ്ങളുടെ ഉള്ളിലും ഈ സ്നേഹത്തിൻ്റെ വിത്ത് മുളപ്പിക്കുക എന്ന് പറയുന്ന പോലൊരു കാര്യമാണ്. അങ്ങനെയാണ് നാദിറയുടെ ഫാമിലിയും ഈ പ്രോഗ്രാമിലൂടെ ഒന്നാവുന്നത്. ഇന്ന് അവർ എത്ര സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. അവരുടെ കുടുംബത്തിലെ എത്രയോ സന്തോഷകരമായ നിമിഷങ്ങൾ അവർ ആരാധകരുമായിട്ട് പങ്കുവെക്കുന്നു. അതുപോലൊരു അവസരം ഒരു പക്ഷേ ആദിലയ്ക്കും നൂറയ്ക്കും കിട്ടാനുള്ള ഒരു വഴിയുണ്ടായിരുന്നു. പക്ഷേ ഈ ബിഗ് ബോസ് ഹൗസിൽ അവരുടെ ഒപ്പമുള്ള എല്ലാവരും അവർക്കൊപ്പം നിൽക്കണം. അവർ ആ കുടുംബത്തിനെ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതും ആ കുടുംബം അവരോടൊപ്പം ഒന്നു ചേരുകയാണെങ്കിൽ അവർക്കും ആ കുടുംബാംഗങ്ങൾക്കും കിട്ടുന്ന സന്തോഷത്തെക്കുറിച്ച് അവിടെയുള്ള കണ്ടസ്റ്റൻസ് സംസാരിക്കണം. ആ രണ്ട് പിള്ളേർ എത്ര നന്നായാണ് എല്ലാവരോടും പെരുമാറുന്നത്. ഗെയിമിൻ്റെ പാർട്ടായിട്ടുള്ള പൊട്ടിത്തെറികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അപ്പോൾ പോലും അവരെല്ലാവരോടും നന്നായി പെരുമാറുന്ന ആളുകളാണ്. ശരിക്കൊരു ബോധവൽക്കരണത്തിന് വരെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു വലിയ പ്ലാറ്റ്ഫോമിനെ ബോധക്കേട് പച്ചയ്ക്ക് വിളിച്ച് പറയാൻ വേണ്ടി ലക്ഷ്മി ഉപയോഗിക്കുന്നത് കാണുമ്പോൾ സങ്കടമുണ്ട്. നാളെ ആദിലയുടെയോ നൂറയുടെയോ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഈ പ്രോഗ്രാമും ഈ ഒരു പാർട്ടും കൂടി കേൾക്കുകയാണെങ്കിൽ അവരെന്തായിരിക്കും വിചാരിക്കുക? ആ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെ പറയുന്നു, ലക്ഷ്മി എപ്പോഴും ലക്ഷ്മിയെ തന്നെ പോർട്രേ ചെയ്യുന്നത് ഒരു വളരെ ബോൾഡായിട്ടുള്ളൊരു പെൺകുട്ടി എന്നുള്ള രീതിയിലാണ്. അതായത് പുരോഗമന ആശയങ്ങളൊക്കെ പേറുന്ന വളരെ ബോൾഡായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയ ലോകം കണ്ടിട്ടുള്ള ഒരാൾ, അഭിനേത്രി കൂടിയാണ് എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട്. അങ്ങനെ ഒരാൾ ആദിലയും നൂറയും വീട്ടിൽ കയറ്റാൻ പറ്റൂലാത്ത ആളുകളാണ്, അല്ലെങ്കിൽ അംഗീകരിക്കാൻ പാടില്ലാത്ത ആളുകളാണ്, സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ പറ്റാത്ത കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഏത് കോൺഫിഡൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദിലയുടെയും നൂറയുടെയും ബന്ധുക്കൾ ഈ പ്രോഗ്രാം കണ്ട് അവരുമായിട്ട് വീണ്ടും ഒന്നിക്കുക? ഇത് കാണുന്ന കുറേ ആളുകളെങ്കിലും അവരുടെ പാരൻസിൻ്റെ മുഖത്ത് നോക്കി വരെ പറയില്ലേ, കണ്ടില്ലേ ഇതൊക്കെയാണ് ബോൾഡ്നെസ്, അല്ലാതെ നിങ്ങളുടെ മക്കൾ കാണിച്ചൊന്നും അല്ലാന്ന്. ആദിലയും നൂറയും ചൂട്ടി കാണിച്ചിട്ട് നിൻ്റെയൊക്കെ വീട്ടിലേക്ക് പോലും കയറ്റാത്തവളുമാരാണ് എന്ന് പറയുന്ന രീതിയിൽ അവരെ അധിക്ഷേപിക്കുന്ന സമയത്ത് ലക്ഷ്മിയുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോൾ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഒരു പക്ഷേ മനുഷ്യപ്പറ്റിൻ്റെ ആൾരൂപം എന്നൊക്കെ നമുക്ക് പറയാവുന്നതുപോലെ അങ്ങനെ ഒരാൾ ഒരു ട്രെയിൻ യാത്രയിൽ, കർണാടകയിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ ലക്ഷ്മിയുടെ അച്ഛൻ ലക്ഷ്മിയെ ഡിസോൺ ചെയ്ത സമയത്ത്, തള്ളിപ്പറഞ്ഞ സമയത്ത് ഈ ട്രെയിനിൻ്റെ ഡോറിൽ വന്ന് നിൽക്കുകയായിരുന്നു ലക്ഷ്മി. ആ സമയത്ത് ഈ പെൺകുട്ടി എങ്ങാനും ചാടിയാലോ വല്ല കടുങ്കയും ചെയ്താലോ എന്നുള്ള പേടിയുടെ പുറത്ത്, ലക്ഷ്മി അത് ചെയ്യില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോലും ആ മനുഷ്യൻ ആ ഒരു പേടിയുടെ പുറത്ത് കാസർഗോഡ് ഇറങ്ങേണ്ട ആൾ മംഗലാപുരം വരെ ലക്ഷ്മിക്കൊപ്പം പോയിരുന്നു എന്നാണ് പറയുന്നത്. ലക്ഷ്മി അയാളോട് ചോദിച്ചായിരുന്നു, മിസ്റ്റർ നിങ്ങൾ വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്ന ആളാണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന്. നിങ്ങളുടെ ജെൻഡർ ഏതാണ് എന്ന് ലക്ഷ്മി ചോദിച്ചോ? നിങ്ങളുടെ സെക്ഷുവാലിറ്റി എന്താണെന്നുള്ളത് ലക്ഷ്മി ചോദിച്ചോ? ജസ്റ്റ് അസ്യൂം ചെയ്തു, അത്രേ ഉള്ളൂ. അയാളൊരു ഗേ ആയിരുന്നെങ്കിലോ, അയാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി ലക്ഷ്മി വിചാരിക്കുന്നതിൽ നിന്ന് വിഭിന്നമായിരുന്നെങ്കിലോ, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ഒരാളുടെ സപ്പോർട്ടൊന്നും എനിക്ക് വേണ്ടാന്ന് ലക്ഷ്മി പറയോ? ഇനി ആ സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വന്ന ആ മനുഷ്യൻ അയാൾ എപ്പോഴെങ്കിലും ലക്ഷ്മിയോട് ചോദിച്ചോ, കുട്ടി എന്താണ് നിൻ്റെ സെക്ഷൽ ഓറിയൻറ്റേഷൻ, നിന്നെ കുടുംബത്തിൽ കയറ്റാൻ പറ്റുന്ന ആളാണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് നിന്നെ ഞാൻ സഹായിക്കാം എന്ന് ചിന്തിച്ചോ? എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് അയാൾ സഹായിക്കാൻ മുന്നോട്ട് വന്ന് ലക്ഷ്മി എന്തുകൊണ്ടാണ് അത് തിരിച്ചു ചോദിക്കാഞ്ഞത്? നമ്മളൊക്കെ മനുഷ്യന്മാരാടോ? മനുഷ്യപ്പറ്റ് കാണിക്കേണ്ടത് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടാണ്, അവരെ ഉൾക്കൊണ്ടുകൊണ്ടാണ്, അംഗീകരിച്ചുകൊണ്ടാണ്. അല്ലാതെ നിപ്പും നടപ്പും ഭാവവും ജെൻഡറും സെക്ഷുവാലിറ്റിയൊക്കെ നോക്കിയിട്ട് ഒരാളെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്ത ആളായി പ്രഖ്യാപിക്കുന്നത് അത് വലിയ കേമത്വമൊന്നുമല്ല, അതൊരു സാമൂഹ്യ ദ്രോഹമാണ്. ഇതിൻ്റെ മറ്റൊരു വേർഷനാണ് അവിടെ അനുമോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടുത്തൊരു വേർഷനാണ് മസ്താനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മിയുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ലക്ഷ്മി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഹൂ കെയർസ് എന്നുള്ളത്. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സാമൂഹ്യ വിരുദ്ധ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാകുമ്പോൾ, മനുഷ്യത്വ വിരുദ്ധ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാകുമ്പോൾ ബിഗ് ബോസ് അത് കെയർ ചെയ്യുന്നുണ്ടാവില്ല. എപ്രാവശ്യത്തെയും പോലെ ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്നു, ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ് എന്ന് പറയുന്നു, അവർ വീണ്ടും ഇവിടെ തുടരുന്നു. ഇതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടാൻ വേണ്ടിയിട്ട്. പക്ഷേ ലക്ഷ്മി ഹൂ കെയർസ് എന്ന് ചോദിക്കുമ്പോൾ ബിഗ് ബോസ് കെയർ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ വി ഡു കെയർ. ആദിലയെ പോലെ, നൂറയെ പോലെ,
ജീവിക്കാൻ വേണ്ടി, ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടാൻ ഇറങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഉൾപ്പെടുന്ന സമൂഹം വി ഡു കെയർ. ഇനി എപ്പോഴെങ്കിലും ഒരു ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ആദിലയും നൂറയും കാണുകയാണെങ്കിൽ അവരോട് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. ഡിയർ ആദില ആൻഡ് നൂറ, നിങ്ങളുടെ യാത്ര വെറും സ്നേഹത്തിന് വേണ്ടി മാത്രം നടത്തിയിട്ടുള്ളൊരു യാത്രയല്ല. അത് മനുഷ്യാവകാശത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധമായിരുന്നു. വീട്ടുകാരും സമൂഹവും ഒറ്റപ്പെടുത്തി, കുറ്റപ്പെടുത്തി, തടയാൻ ശ്രമിച്ചപ്പോഴും ജീവിക്കാനുള്ള അവകാശം, സ്നേഹിക്കാനുള്ള അവകാശം നിയമം വഴി പോരാടി നേടിയ ആളുകളാണ് നിങ്ങൾ. ഈ സമൂഹം എന്ന് പറയുന്നത് നിങ്ങളും ഞങ്ങളും കൂടി ഉൾപ്പെടുന്ന നമ്മുടേതാണ്. നിങ്ങളുടെ ഈ കരുത്ത് അതൊരു വലിയ വഴികാട്ടിയായി മാറും. ഇപ്പോഴും ഭയത്തിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾക്ക്, സ്വന്തം കുടുംബാംഗങ്ങൾക്ക് പോലും ശത്രുക്കളായി മാറിയവർക്ക്, സ്വന്തം ഇഷ്ടങ്ങളെ, എന്തിന് സ്വന്തം സ്വത്വത്തെ പോലും മറച്ചു വെച്ചുകൊണ്ട് കരഞ്ഞുറങ്ങുന്ന ആളുകൾക്ക് ഇനിയുള്ള ഓരോ ദിവസവും നിങ്ങൾ സ്വന്തമാക്കിയ ഈ ജീവിതം മറ്റ് പല ആളുകൾക്കും പ്രകാശമായി മാറും. ഓൾ ദി ബെസ്റ്റ്.